നോക്കൂ ശ്രീമതി മാധു, മന്ത്രിക്കെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്, മുരളീധരൻ എന്നല്ലല്ലോ. ആരോഗ്യമന്ത്രിക്കാണ് അതിൻ്റെ അധികാരമെന്ന് പറയാൻ കാരണം ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ആശുപത്രികൾ. ആ ആശുപത്രികൾ, അതായത് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വന്നാൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങൾ കാണും. അത് പറയുമ്പോൾ ആ പറഞ്ഞതിനെ കുറിച്ച് ചർച്ചയാവണം, ചർച്ച വേണം, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ഞങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെ തന്നെയാണ് എന്ന രീതിയിൽ എടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്നതിന് ആരും എതിരല്ല. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, പൊതിച്ചോറ് കൊടുക്കുന്നതിന് ആരെങ്കിലും എതിർക്കുമോ? അന്നം മുടക്കികളെന്ന് കേൾക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ശ്രീമതി മാധു? അത് വിഷയം എന്താ വെച്ചാൽ നിങ്ങൾ കൊടുത്തോളൂ, പക്ഷേ കോളേജിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ, ആശുപത്രികൾക്കുള്ളിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കും, സംഘടനകൾ ഉപയോഗിക്കും. കാരണം അതിനാണ് ഏത് സാമൂഹ്യ പ്രവർത്തനം, ഏത് സംഘടന, രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും, അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നടത്തുന്നത്. പൊതുസേവനം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുകയാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നേരത്തെ ശ്രീമതി മാധു ചോദിച്ചല്ലോ വോട്ട് കിട്ടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അത് കേൾക്കാഞ്ഞിട്ടാണ്. അതായത് DYFIക്കാർ പൊതിച്ചോറ് കൊടുത്തോണ്ട് അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്താലും കിട്ടില്ല. അത് പൊതിച്ചോറ് അനുവദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എനിക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ്. അതിൻ്റെ കവാടത്തിൽ നിന്ന് ഈ പറയുന്ന ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതൊരു ടൗണിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഓട്ടോ പിടിച്ച് പോകുന്ന ദൂരത്തിൽ ഈ പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് പോയി വാങ്ങാനാണ്? അതിന് മുന്നിൽ ഈ പറയുന്ന വഴിവക്കത്തിരുന്നു കൊണ്ട് ഇത് വിതരണം ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അപ്പോൾ അതിനുള്ളിൽ എവിടെയെങ്കിലും, ഈ മെഡിക്കൽ കോളേജൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുകയാണല്ലോ, എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് ഇന്ന പാർട്ടിക്ക് എന്നില്ല, സൗകര്യം ഒരുക്കി കൊടുക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ? ഞാനതാ പറഞ്ഞത്, നല്ല ചോദ്യമാണ്. അതാണിപ്പോൾ ചർച്ച. ഞാനതാ പറഞ്ഞത്, യുവജന സംഘടനയെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട്, അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി സഹകരിക്കാം. അവിടെ ഏത് യുവജന സംഘടനകൾക്കും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കൊടിയും അതുപോലെ ബാനറും വെച്ച് നടത്താതെ ഗവൺമെൻറ്റുമായിട്ട് പൊതിച്ചോറെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഊണ് കഴിച്ചാൽ കഴിഞ്ഞു. വയനാട്ടിലത്തെ വീട് പണി പോലെ അല്ല, ഒരു നേരത്തെ ഊണ് കിട്ടിയാൽ കഴിഞ്ഞു, അത്ര ഉള്ള വിഷയം. അപ്പൊ അതിനൊരു ഭംഗിയായ രീതിയിൽ ഇപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അറിയാമല്ലോ, അവിടെ കൃത്യമായിട്ട് ആശുപത്രി കൊടുക്കുന്നത്. ഒറ്റ മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ സമരത്തെ, ഇത് സമരമായിട്ടും ഇത് രാഷ്ട്രീയവുമായി സമരവുമായി ബന്ധപ്പെട്ടും പറയുമ്പോൾ DYFIയുടെ ചെയ്തികളെ ശ്ലാഘിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നോക്കൂ, മാധു ഒരു കാര്യം മറന്നുപോയോ? അതായത് ഈ DYFIയുടെ SFIക്കാരാന്ന് തോന്നുന്നു, കണ്ണൂരിൽ സമരം ചെയ്തപ്പോൾ അവർ സ്കൂളിൽ പോയിട്ട് ആ സമരത്തിൻ്റെ ഇടയിൽ അവർ കഞ്ഞിക്കലം തട്ടിത്തെറിപ്പിച്ച ഓർമ്മയില്ലേ? അത് വന്ന ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. DYFIയുടെ പൊതിച്ചോറിനെ അന്നും അംഗീകരിച്ച ഒരാളാണ്. അത് DYFI എന്നല്ല, യൂത്ത് കോൺഗ്രസും ഉണ്ട്. പക്ഷേ ക്യാമ്പസിനുള്ളിൽ ആരോഗ്യമന്ത്രി അതേപോലെ പുതിയ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച, അതിലൂടെ ഒരു തീരുമാനം എന്നതായിരിക്കും നല്ലത്. ഏകപക്ഷീയമായ തീരുമാനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ആർക്കും ഗുണകരമാകില്ല എന്ന് തോന്നുന്നു. Debate with Madhu Saji.